സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. സഞ്ജു എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ പല അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. അതിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് പരിശീലകൻ രാഹുൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ അസ്വരസം ഉണ്ടെന്നുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും ദ്രാവിഡും സഞ്ജുവും തമ്മിൽ ഭിന്നതയുണ്ടാവാനുള്ള കാരണം IPL സീസണിന് മുൻപേ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ICC കിരീടത്തിനായുള്ള നീണ്ട നാളത്തെ കാത്തിരിപ്പ് അവസാനിച്ചത് 2024 T20 ലോകകപ്പ് കിരീടം ജയിച്ചാണ്. ഈ കിരീടം നേടിയ ഇന്ത്യൻ സ്ക്വാഡിലെ അംഗമായിരുന്നു സഞ്ജു. എന്നാൽ ഒരു മത്സരം പോലും ടൂർണമെന്റിൽ സഞ്ജുവിന് കളിക്കാനായില്ല. എല്ലാ മത്സരത്തിലും ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ ഇറക്കിയത്. ടോപ്പ് 6-ൽ ഇടങ്കൻ ബാറ്ററുടെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് പന്തിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയത്. എന്നാൽ ഏകദിന ലോകകപ്പിൽ ഈ ഇടങ്കൻ ബാറ്ററെ ടോപ്പ് 6-ൽ കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റ് നിർബന്ധം പിടിച്ചിരുന്നില്ലല്ലോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2024 T20 ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാതിരുന്നത് സഞ്ജുവും ആ സമയത്ത് ഇന്ത്യൻ ടീം പരിശീലകനുമായിരുന്ന രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള ബന്ധം മോശമാക്കിയിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തലുകൾ ഉയരുന്നത്. അതിനിടയിൽ ഹൈബ്രിഡ് മോഡൽ ക്യാപ്റ്റൻസി രാജസ്ഥാൻ റോയൽസ് പരിഗണിച്ചു എന്ന അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യശസ്വി ജയ്സ്വാളിനെ ക്ലബ്ബ് വിടുന്നതിന് തടയുന്നതിന് വേണ്ടിയായിരുന്നു ഇതെന്നായിരുന്നു ഈ അഭ്യൂഹം പ്രചരിപ്പിക്കുന്നവർ അവകാശമാക്കുന്നത്. ഹോം മത്സരങ്ങളിൽ ജയ്സ്വാൾ ക്യാപ്റ്റനും എവേ മത്സരങ്ങളിൽ സഞ്ജു ക്യാപ്റ്റനും എന്ന നിലയിൽ. എന്നാൽ ഇത്തരം ഹൈബ്രിഡ് ക്യാപ്റ്റൻസി സാധ്യതകൾ രാജസ്ഥാൻ ആലോചിച്ചിരുന്നു എന്നതൊന്നും ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വരുന്ന സൂചനകളിൽ ലഭ്യമല്ല. മറിച്ച് സമൂഹ മാധ്യമങ്ങളിലാണ് പലരും അവകാശപ്പെടുന്നത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.